ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യങ്ങളിൽപ്പെട്ടൊന്ന്, ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, മറക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കാണുമ്പോൾ അകൽച്ച കൂട്ടാൻ നോക്കുമ്പോഴും ആ ഇഷ്ടം വീണ്ടും വരുന്നു, എന്നെ സഹായിക്കാമോ? അതോടൊപ്പമുള്ള മറ്റൊരു, പെൺകുട്ടികളുമായി ആരോഗ്യകരമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇസ്ലാമിക വീക്ഷണത്തിൽ ക്ലാസ് മുറിയിൽ ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ നിലപാട് ഇപ്രകാരമായിരിക്കണം. നമ്മൾ ഇത്തരം സെഷനുകളിൽ ഏറ്റവും അധികം വരുന്ന ചോദ്യങ്ങളാണ് അഫയറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് ആമുഖമായി പറയുവാനുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും പഠിക്കുന്നത് മിക്സഡ് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിച്ചു വന്ന ആളുകളാണ്. എനിക്ക് അത്ഭുതകരമായി തോന്നിയ കാര്യം, ഇന്ന് ഞാൻ കൈകാര്യം ചെയ്ത കേസുകളിലെല്ലാമുള്ള പെൺകുട്ടികളുടെ അഫയറുകൾ, അവരൊക്കെ പലരും എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണ്. അവിടുത്തെ വിദ്യാർത്ഥികളല്ല അധികവും, മറിച്ച് അവർ +2-നോ SLC-ക്കോ ഒക്കെ പഠിച്ചപ്പോഴുള്ള ബന്ധങ്ങളാണ് അവരെ ഇന്നും അലട്ടിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഫയറുകളിൽ നമ്മൾ എത്തിപ്പെടുന്ന ആളുകൾ അത് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യുന്നൊരു ആ തെറ്റിൽ നമ്മൾ ആക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടേതായ ന്യായമുണ്ടാവും. നമ്മൾ എങ്ങനെ സംസാരിച്ചാലും നമ്മൾക്ക് അതിനെ കൗണ്ടർ ചെയ്യാവുന്ന ന്യായങ്ങൾ അവർ നമ്മളോട് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമത്തെ ന്യായം എന്താ വെച്ചാൽ, ഏത് അഫയറും ആരംഭിക്കുന്നത് ഓൺലി ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടാണ് അടുത്ത സ്റ്റേജ്, ബെസ്റ്റ് ഫ്രണ്ട് അതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നറിയോ, അത് അവർ തമ്മിൽ ശരിക്കും ബാങ്ക് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, കുറച്ച് വൈകി കൊടുക്കണം ബാങ്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാളും ക്യാമ്പസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയെയോ അവിഹിതമായി സ്വീകരിച്ച് അതിലൂടെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു തിന്മയോ ചെയ്യുന്നതിനുള്ള ആസ്വാദനം ഉദ്ദേശിച്ചല്ല തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലെ ഏത് നല്ലൊരു വ്യക്തിയും ഈ ഒരു അപകടത്തിൽ പെട്ടുപോകാൻ കാരണം ആദ്യം ഫ്രണ്ട്ഷിപ്പാണ്. കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഫ്രണ്ട്ഷിപ്പ് ആയിക്കൂടെ എന്നാണ്. അവിടെ തന്നെ ഇസ്ലാം തിരുത്തുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ വലാ തഖ്ളഅന ബിൽ ഖൗൽ എന്നാണ്. തന്മയത്വത്തോടുകൂടെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നം? ഇവിടെ രണ്ട് മനസ്സുണ്ട്. ആ രണ്ട് മനസ്സിന്റെ പ്രശ്നം, നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും കേൾക്കുന്ന അപരൻ മനസ്സിൽ എന്തെങ്കിലും തിന്മയുടെ വിചാരങ്ങൾ, പയത്തുമാലതീപ്പി കൽവികി മറന്നു, രോഗമുള്ളവന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അത് എങ്ങനെയെങ്കിലും സാക്ഷാത്കരിക്കണം എന്നൊരു മനോഗതിയിലേക്ക് എത്തും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകും. പലപ്പോഴും അഫയറിൽപ്പെട്ട ആളുകളോട് പിൻവാങ്ങണമെന്ന് പറയുമ്പോൾ അവർ വളരെ സങ്കടത്തോടുകൂടിയും വിഷമത്തോടുകൂടിയും കണ്ണിൽ വെള്ളം നിറക്കുന്നത് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകാനൊരു കാര്യം, എന്തോ ലോകത്ത് ഇവൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് എന്തോ മറ്റാർക്കുമില്ലാത്ത എന്തൊക്കെയോ സവിശേഷതകളുണ്ട്, അതുകൊണ്ട് അയാളെ എനിക്ക് വിട്ടുപോകാൻ പറ്റൂല എന്ന് പറയുന്ന പോലെയാണ് പലപ്പോഴും അവിടെ സംസാരങ്ങൾ നമുക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഒന്നുമില്ല ഇതിൽ. ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് എന്തെങ്കിലും മനസ്സിൽ തോന്നാന്നുള്ളതിൽ എന്താ ഉള്ളത്? അതൊരു ജീവശാസ്ത്രപരമായ കാര്യം മാത്രമാണ്, ഒരു ബയോളജിക്കലായ കാര്യം മാത്രമാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ അതിലൊരു ആകർഷണീയത തോന്നാന്നുള്ളത് അതൊരു ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞ് എനിക്ക് വാപ്പ പോയാലും ഉമ്മ പോയാലും ആര് പോയാലും പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ ആണെന്ന് തോന്നിപ്പോവും. അതിലൊരു സംഗതി ഇല്ല. സാധാരണഗതിയിൽ എന്താ അറിയോ, നമ്മൾ അകപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു തത്വം നമ്മൾ പറയാറുണ്ട്. സാധാരണഗതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ സാഹചര്യങ്ങളെ കൊണ്ടൊന്നും അവരെന്തായിരുന്നു ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യയോ പോകരുത്. അതിന് അള്ളാഹു വെച്ച പ്രകൃതിപരമായ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മാനസിക ബന്ധം. ജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അത് അള്ളാഹു തന്ന തികച്ചും നമുക്ക് ഒന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ പറ്റൂല. അഫയറിലുള്ള ഒരാൾക്ക് തന്റെ അഫയറിനോട് തോന്നുന്ന ആ സ്നേഹം മാതാപിതാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. അത് അള്ളാഹു വെക്കുന്ന ഒരു സ്നേഹമാണ്. പക്ഷേ അത് വിഹിതമായ ലീഗലായ വിവാഹത്തിലൂടെയാണ് വേണ്ടത്. ഇപ്പൊ ഭർത്താവിന് തൊലി നിറച്ചും മാരകമായ ഒരു അസുഖം വന്നു വിചാരിക്കാം, കണ്ടാൽ അറപ്പുളവാക്കുന്നു, എന്തായാലും ഭാര്യ ഉപേക്ഷിച്ച് പോവില്ല. അവൾക്ക് അയാളെ പരിചരിക്കുന്നതിൽ അവൾ ആത്മസംതൃപ്തി കണ്ടെത്തും. അതാണ് സ്നേഹം. അതിനുവേണ്ടി വെച്ചതാണ് അള്ളാഹു സ്നേഹം.
പിന്നെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, വെള്ളം വീണോ തീ കത്തിയോ മുഖം വിരൂപമായാലും ആ ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിക്കില്ല. കാരണം അതിനുവേണ്ടി വെച്ചൊരു സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്യും, അവിഹിതമായി ഏറ്റെടുക്കണം. ക്യാമ്പസിൽ തന്റെ സമപ്രായത്തിലുള്ള, പ്രായം കുറഞ്ഞ, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്ത് കിടക്കുന്ന ഒരാളെ നമ്മൾ ഭർത്താവായും അല്ലെങ്കിൽ ഭാര്യയായി മനസ്സിൽ സങ്കല്പിക്കുന്ന നിമിഷം നമ്മളിൽ ആ സ്നേഹം വരികയാണ്. ആ സ്നേഹം വന്നു കഴിഞ്ഞാലോ ആരുപദേശിച്ചാലും ആര് പറഞ്ഞാലും കേൾക്കൂല. അതിന്റെ അവസ്ഥ കുറച്ചൊരു ദീനീ ബോധമുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പോ ഞാൻ സംസാരിച്ചൊരു പെൺകുട്ടി വളരെ ഹിജാബൊക്കെ ധരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിന്റെ അടുത്ത് പ്രേമാഭ്യർത്ഥനയുമായി വന്ന വ്യക്തി വന്ന രൂപം നമ്മളെ അത്ഭുതപ്പെടുത്താൻ. അയാൾ വന്നത് എങ്ങനെ അറിയോ, എന്റെ മാതാപിതാക്കൾ നല്ല ദീനീ ചിട്ടയുള്ള ഒരു കുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാൻ സമ്മതിക്കുള്ളൂ, അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും ഹിജാബുള്ള മെല്ലെ തെരഞ്ഞു വന്നതെന്നാണ് അയാളെ റിക്വസ്റ്റിന്റെ ഫസ്റ്റ് വാചകം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതിന്റെ ഒരു അത്ഭുതം. ഞാൻ പറഞ്ഞത് എന്ത് ദീനാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്ത് ദീനാണെന്ന് ഒരു മാന്യമായി വേഷം ധരിച്ച ഒരു പെൺകുട്ടിയെ പോലും ക്യാമ്പസിൽ സ്വൈരമായി വന്നു പോകാൻ അനുവദിക്കാത്ത അത്രയും വൃത്തികെട്ട ഒരു മനസ്സുള്ളവൻ എത്ര വലിയ സദാചാരത്തിന്റെ ആത്മീയ പുരുഷനായിട്ടാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം, ഇതിൽ പെട്ടുപോകുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ നഷ്ടം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദകരമായ ഒന്നാണ് കുടുംബജീവിതം. ആ കുടുംബജീവിതം പൂർണ്ണമായ ആനന്ദത്തോടെയും ആഹ്ലാദത്തോടെയും അനുഭവിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. അതിലൊരു സംശയം വേണ്ട. ഇന്ന് എന്നോട് പറഞ്ഞ ഒരു വാർത്ത ഞാൻ പറയാം. വിവാഹം കഴിഞ്ഞ് വന്ന പെൺകുട്ടിയുടെ സംശയമാണ് തന്റെ ഭർത്താവിനെ കുറിച്ച്. അയാൾക്ക് മുമ്പൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇനിയും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്നൊരു പേടി അവൾക്ക്. കാരണം അഫെയർ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാനുള്ള മനോഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സംശയങ്ങൾ, തന്റെ കൂടെ ജീവിതത്തിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകും. എത്രമാത്രം നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കടക്കും. നമ്മൾ തൽക്കാലം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് നമ്മുടെ അന്യമതസ്ഥനോടാണെങ്കിലോ, ആ മതം സ്വീകരിച്ചാലും എനിക്ക് അയാളെ വേണമെന്ന് തീരുമാനിച്ച് എത്ര ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടുണ്ട്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അത്രയും അപകടകരമാണ് ഈ കാര്യം. അതുകൊണ്ട് നമ്മുടെ അഭിമാനത്തെയും നമ്മുടെ ഭാവി ജീവിതത്തെയും ദാമ്പത്യത്തെയും മുഴുവൻ നശിപ്പിക്കുന്ന ഇത്തരമൊരു ബന്ധം, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിനിയെ തെറ്റായ ഒരു മനസ്സോടുകൂടെ നോക്കിക്കാണുന്ന ലജ്ജാകരമായ ഒരു മാനസികാവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത്. സഹോദരങ്ങളെ, നിങ്ങൾ ഒറ്റ തീരുമാനത്താൽ മതി. എനിക്ക് എന്റെ ക്യാമ്പസിൽ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മാത്രം പ്രത്യേകമായൊരു ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് അനുവാദമില്ല. എന്റെ ക്യാമ്പസിൽ പഠിക്കുന്നതിൽ എനിക്ക് പരിചയമുള്ള പുരുഷന്മാരിൽ ഏതെങ്കിലും ഒരു പുരുഷന് മറ്റു പുരുഷന്മാരിൽ ഒരു പ്രത്യേകതയ്ക്ക് ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അഫയർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയാം, അന്യ സ്ത്രീകളെ, അന്യ പുരുഷന്മാരോട് ബന്ധപ്പെടാൻ ഇസ്ലാമിൽ അനുവാദമില്ല. അതുകൊണ്ട് ഞാൻ ബന്ധപ്പെടുന്നില്ല, ഞാൻ ഫോൺ വിളിക്കുന്നില്ല, എന്റെ ഫോണിലേക്ക് മെസ്സേജ് വരാൻ പാടില്ല, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യില്ല, അത് ഇസ്ലാമിൽ പറ്റില്ല, ഞാൻ അവസാനിപ്പിച്ചു. അപ്പൊ നീ എന്നോട് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞതോ ഭാവി വാഗ്ദാനങ്ങളോ അതിനെ കുറിച്ചൊക്കെ പറയണം. ഇസ്ലാം പറ്റില്ലെന്ന് പറഞ്ഞ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാവിയെക്കുറിച്ചെല്ലാം അത് വരുന്ന സമയത്ത് അതിനനുസരിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ താങ്കളെ കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇസ്ലാമെന്ന് മനസ്സിലാക്കിയ ലളിതമായ ഒരു കാര്യം, ഞാൻ അത് ചെയ്താൽ 2-3 വർഷത്തെ എന്റെ തെറ്റുകൾ എന്റെ റെക്കോർഡിൽ ഉണ്ടാകും. നാളെ പരലോകത്തെ എനിക്ക് പ്രശ്നമാണ്, നോട്ടം വ്യഭിചാരമാണ്, സംസാരം വ്യഭിചാരമാണ്. അതുകൊണ്ട് ഈ തിന്മ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു എന്ന് പറയുകയല്ലാതെ ഇതിന് വേറെ പരിഹാര മാർഗങ്ങളില്ല. നിങ്ങളുടെ കുടുംബജീവിതവും മാതാപിതാക്കളുമായുള്ള ബന്ധവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷവും നിങ്ങളുടെ പഠനവും എല്ലാം നശിപ്പിച്ച് കളയുന്ന ഈ അവിഹിതങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. സമാനമായ ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. എനിക്കറിയാം, പ്രോഫ്കോൺ കഴിഞ്ഞു പോകുന്ന എത്രയോ വിദ്യാർത്ഥിനികൾ കണിശമായ തീരുമാനങ്ങൾ അവരെടുക്കാറുണ്ട്. ആ തീരുമാനം അവർ ജീവിതത്തിൽ നടപ്പിലാക്കാറുണ്ട്. പല ആളുകൾക്കും ഒരു ജീവിതം തിരിച്ചു കിട്ടിയത് ഇത്തരം ഇന്ററാക്ഷൻ സെഷനുകളിൽ നിന്നാണെന്ന് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നു. ഇത് മാറി ചിന്തിക്കുവാനും ആ തെറ്റായ അവിഹിത ബന്ധങ്ങളെ അവസാനിപ്പിക്കുവാനും നല്ല ഒരു മനസ്സോടെ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാണ്.